ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു എഫക്റ്റാണ്. ഇതിൽ രണ്ട് എഫക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ സ്ഥിരം കൊടുക്കുന്നത് പോലെ തന്നെ ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കളർ ഒന്ന് എന്ത് ചെയ്യാണ്, നമുക്കൊരു ഗ്രീൻ കളറിലേക്കാക്കി ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് എഫക്ട്സ് കൊണ്ടുവരാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന എഫക്റ്റ് ഇതിൽ വാർപ്പോമാറ്റിക് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. CC ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് വരുന്നതാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും CC വാർപ്പോമാറ്റിക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ടെക്സ്റ്റിൽ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റ് കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീഷൻ എന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ കംപ്ലീഷൻ വേണേൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കാർട്ടൂൺ രൂപത്തിലേക്കൊക്കെ ആ ഒരു ഇമേജ് മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 65 കൊടുക്കുകയാണ്. ഓക്കെ, ഏകദേശം ഒരു 65 കൊടുത്ത് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനെ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. അങ്ങനെ ഒരു 2 സെക്കൻഡിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതൊന്ന് ഒരു 65 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പ്ലേ ആയി സ്ലോലി അതിനെ ആനിമേറ്റഡ് ആയിട്ട് അത് ഒരു കാർട്ടൂൺ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഒരു കാർട്ടൂൺ ടെക്സ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ ആനിമേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോപ്പ് വാച്ച് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോർമൽ ജസ്റ്റ് ഒരു 65 ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത്നെസ് ഉണ്ട്. ഇതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്കാവും. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് ആനിമേഷൻ നമ്മൾ വേറൊരു എഫക്റ്റ് കൂടി കാണിച്ചിട്ടാണ് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ എഫക്റ്റിൽ വന്നിട്ട് റേഡിയൽ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ റേഡിയൽ എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, റേഡിയൽ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും റേഡിയൽ സ്കെയിൽ വൈപ്പ് എന്ന് കാണാൻ പറ്റും. CC റേഡിയൽ സ്കെയിൽ വൈപ്പ് എന്ന് കാണാൻ പറ്റും. അതിനെ ഞാൻ ഈ ഒരു എഫക്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാണ്. ഇനി അത് വെച്ചിട്ട് നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ സെൻട്രലായിക്കൊണ്ട് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൻ്റെ സെൻട്രലായിക്കൊണ്ട് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്കൊരു ആനിമേഷൻ ചെയ്ത് നോക്കാം. അതിന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു കംപ്ലീഷൻ എന്ന് കണ്ടോ, അതിൽ ഞാൻ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനത് കൂട്ടി കൊടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അത് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിനെ 0യിലേക്ക് കൊണ്ടുവരാൻ പോകാം കേട്ടോ. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ നോർമൽ 0യിലേക്കാക്കി എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേ ചെയ്യാണ്. ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കണം കേട്ടോ. ഇത് സെൻട്രലാണ് ഈ പോയിന്റ് വരുന്നത്, അത് നിങ്ങൾ മനസ്സിൽ വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ കൂടി വന്ന് ആ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് ഫോം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അത് അവസാനം ഫോം ആയപ്പോൾ കൂടി ആ ഒരു പോയിന്റ് കണ്ടോ, ആ പോയിന്റാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ടാണ് ഇതിൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഈ ഒരു എഫക്റ്റ് കൺട്രോളിൽ തൊട്ട് താഴെ ആയിട്ടുള്ള ഈ സെൻറ്റർ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഇവിടെയുള്ള ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇത് നീക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടേക്കാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് നീക്കി കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കായിരിക്കും എല്ലാം കൂടുന്നുണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് കൂടിച്ചേരുന്ന പോയിന്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആനിമേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയൽ സ്കെയിൽ വൈപ്പും അതുപോലെ തന്നെ ഈ ഒരു വാർപ്പോമാറ്റിക് എന്ന് പറയുന്ന ഈ 2 എഫക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് ഒന്ന് മാത്രം വേണം യൂസ് ചെയ്തിട്ട് അങ്ങനെ അതിനെ ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്മൂത്ത്നെസ് മാത്രം വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ റേഡിയൽ സ്കെയിൽ വൈപ്പ് മാത്രം വേണമെങ്കിൽ അതും ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.